ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതമുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് ഒരു വെറൈറ്റി മലയിലേക്കാണ്, ഒരു കുരിശുമലയിലേക്കാണ്. അതിലേക്ക് പോകുന്ന വഴികളൊക്കെ ഈ വഴികളൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചൊക്കെ മുൻ വീഡിയോകളൊക്കെ കണ്ട് പരിചയം ഉണ്ടായേക്കാം. പക്ഷേ കാണാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടെ എടുക്കുന്നത് 4K റെസൊല്യൂഷനിലാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ കുറച്ച് കമൻറ്റുകളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ 4K റെസൊല്യൂഷനിൽ തന്നെ ഇനി വീഡിയോകൾ എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയുക. പിന്നെ യൂട്യൂബിൽ നിങ്ങളെപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അവർക്കെല്ലാം നന്ദിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പുതിയവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്തിക്കയത്ത് നിന്ന് നമ്മൾ പോകുന്നത് മുരട്ടി വനമേഖലയിലൂടെ പോയിട്ട് നമ്മൾ നേരെ പോകുന്നത് പെരുന്തേനരുവി ഡാമിൻ്റെ മുകളിലൂടെ കയറി നമ്മളൊരു വലിയ മലയിലേക്കാണ് പോകുന്നത്. അപ്പം ഇതൊരു നമ്മൾ കുറേ നാളായിട്ട് ഇവിടെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഇന്ന് ഒരു കുറച്ച് സമയം മതി എന്നതുകൊണ്ടാണ് നമ്മൾ നീട്ടി വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അതിന് പറ്റിയൊരു സമയമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഞാൻ രാകേഷും കൂടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാലേ, വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രധാനമായിട്ടും മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ചാനലിൻ്റെ വ്യൂ ഒക്കെ യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെ ഈ പ്രത്യേക ഫുട്ബോൾ, ക്രിക്കറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഉള്ള ഒരു സംഭവമാണോ എന്നറിയില്ല. എന്തായാലും യൂട്യൂബിനുണ്ടായിരിക്കുന്ന അന്ന് തൊട്ടുണ്ടായിട്ടുള്ള ആ ഒരു വ്യൂസ് ഇല്ലായ്മ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ യാത്ര തുറന്നുകൊണ്ടേയിരിക്കും. കൂടാവുന്നവരൊക്കെ കൂടിയോ, ഒരുമിച്ച് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ഡീവിയേഷനാണ്. ഗൂഗിൾ മാപ്പ് ഇതിലെ ഒരു വഴി കാണിച്ചു, ഇതിലെ എങ്ങനെയാലും അവിടെ ചെല്ലാൻ പറ്റും. ഇത് ഒരു വനമേഖലയിലോട്ട് ഉൾക്കാട്ടിലേക്കുള്ള യാത്രയാണ് ഈ വഴി എന്ന് പറയുന്നത്. കൊച്ചുകുളം ഭാഗത്തേക്ക് പോകാൻ പറ്റും. കൊച്ചുകുളം ഭാഗത്ത് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേ പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അതിലേ തന്നെ പോകാനാണ്. പക്ഷേ നമുക്ക് ശ്രമിച്ച് നോക്കാം. കുറച്ച് മേലോട്ട് പോയിട്ട് ഓഫ് റോഡാണ്. റോഡൊന്നും അത്ര ക്ലിയർ അല്ല. പിന്നെ മെറ്റലൊക്കെ ഇളകി ടാർ ചെയ്തിട്ടുള്ളതായിരുന്നു. പക്ഷേ മെറ്റലൊക്കെ ഇളകി കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന റോഡാണ് ഇത്. കൊച്ചുകുളം ഭാഗം ഒക്കെ നമുക്ക് നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു വനത്തേക്കൂടുള്ള യാത്ര നമുക്ക് കിട്ടും. ഇതൊക്കെ കുടമുരുട്ടി വനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ പോകുന്ന വനത്തിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ട് വരും നമ്മുടെ പനംകുടന്ത വാട്ടർഫോൾസും അതിൻ്റേതായ ആ വനഭൂമിയെല്ലാം കൂടെ. ആനയും അതുപോലുള്ള വന്യമൃഗങ്ങളൊക്കെ ഉള്ള വനം തന്നെയാണ് ഈ വനമല്ല. പക്ഷേ ഇവിടെ ആനയുടെ പ്രസൻസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ നമുക്കിതുവരെ ആരും പറഞ്ഞും കേട്ടിട്ടില്ല. എന്തായാലും നമ്മൾ ഈ വഴി മാറിപ്പോയി എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഇതിൽ നമുക്ക് അവിടേക്ക് ചെല്ലാനുള്ള എൻട്രി ഇല്ല. അപ്പം ഇവിടുന്ന് നമ്മൾ തിരിച്ച് പോകാം എന്ന് വിചാരിക്കുന്നു. തിരിച്ചിട്ട് നമ്മൾ നമ്മുടെ പഴയ വഴിയിൽ കയറി ആ വഴിയിലൂടെ നമുക്ക് അവിടേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം ഈ കുടമുരുട്ടി ഈ ഭാഗത്തെ ഉൾക്കാട്ടിലൂടെയാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറേയേറെ ദൂരം നല്ല കട്ട വനം തന്നെയാണ്. നോക്കാം. പമ്പയാറിൻ്റെ വിദൂര കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ തൊട്ട് താഴെ പമ്പയാറായിരുന്നു. പറ്റി വരണ്ട് കിടക്കുന്ന പമ്പയാർ. പനംകുടന്ത വാട്ടർഫോൾസിലേക്ക് ഞാനും രാകേഷും പോയത് തന്നെ ഈ വഴി കൊടുക്കുക തന്നെയാണ്. ഇതിൽ പോയ ദിവസം നമ്മുടെ വണ്ടി ഇവിടെ വെച്ച് കേടായി. ഈ കൊടും കാട്ടി വെച്ച് വണ്ടി കേടായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കാം.
അത്യാവശ്യം പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ്. മഴക്കോള് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു, അതിനി അവിടെ ചെല്ലുമ്പം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നല്ല വഴിയൊക്കെയാണ്, വഴിയൊക്കെ നല്ല കോൺക്രീറ്റ് ചെയ്ത് മരത്തിൽ കൂടെ ഇട്ടിരിക്കുന്ന ഒരു മനോഹരമായ ഒരു റൂട്ടാണ് ഇത് എന്ന് പറയാം. നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ അത്യാവശ്യം വന്യമൃഗങ്ങളൊന്നും ഒരുപാട് പേടിക്കേണ്ട, ഒരുപാട് വാർണിംഗ് ബോർഡുകളൊന്നും ഉള്ള ഒരു വനഭൂമിയായിട്ട് ഇത് കാണുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പോൾ വനത്തിൻ്റെ ആ യാത്രയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളിത് പെരുന്തേനരുവി ഡാമിൻ്റെ ആ ഒരു സൈഡിലേക്ക് എത്തി. നമുക്ക് തൊട്ട് താഴെ കാണുന്നത് പെരുന്തേനരുവി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. നമ്മൾ ഈ വഴി പോകുമ്പോൾ നമ്മുടെ ഈ വേലിക്ക് തൊട്ടിപ്പുറത്ത് കാണുന്നത് കനാലാണ്. കനാൽ എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം കൊണ്ടുവന്നിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച കനാലാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി എന്തായാലും പമ്പയാറ്റിൽ വെള്ളമില്ല എന്നതുകൊണ്ട് തന്നെ കനാലും എല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഉൽപ്പാദനവും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. പമ്പയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ചെറിയൊരു ഡാമാണ് ഈ ഇവിടുത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി നിർമ്മിച്ചതാണത്. 6 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം പാലത്തിൻ്റെ മറുകരയിൽ, ഡാമിൻ്റെ മറുകരയിൽ എത്രമാത്രം വെള്ളമുണ്ട്. എന്തായാലും താഴേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ വളരെ നൂല് പോലെയുള്ളൂ. നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വന്നപ്പം മനോഹരമായ കാഴ്ച നമുക്ക് കിട്ടിയിരുന്നതാണ്. എന്തായാലും ഇപ്പം കല്ലുകളെല്ലാം തെളിഞ്ഞ് പമ്പയാറ് ഡാമിന് താഴോട്ടുള്ളപ്പോൾ ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷട്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ 5 ടണ്ണ് വരെയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇതിൽ കടന്നു പോകാനായിട്ടുള്ള അനുവാദമുള്ളൂ. അപ്പോഴത്തേക്കുള്ള ഒരു വാഹനങ്ങൾക്കും കടന്നു വരാൻ കഴിയില്ല. വലിയ വാഹനങ്ങൾക്കും അങ്ങനെയുള്ളവരൊന്നും കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാരണം അത്രയ്ക്ക് വലിയ വീതിയൊന്നുമില്ല. പിന്നെ അതിനനുസരിച്ചുള്ള ബലവും ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിയന്ത്രിതമായിട്ട് മാത്രം കടത്തിവിടുന്ന വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാലമാണിത്. ഡാമിൻ്റെ പാലമാണ്. പമ്പയാറിന് കുറുകെയുള്ള ഒരു പാലം. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെയൊക്കെ ഭാഗം കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ അതായത് ചെറിയൊരു നാരോ റോഡ് എന്ന് നമുക്ക് തോന്നും. മനോഹരമായിട്ട് പണിത് 2 സൈഡും വെള്ളം വരെയൊക്കെ ഇട്ട്. ഇതിൻ്റെ വിശദമായൊരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ പോയ യാത്രയിൽ ഈ റോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള യാത്രാ സുഖം ഇവിടെ കിട്ടും. കാരണം ഇരു സൈഡിലും പച്ചപ്പും മരങ്ങളും കൃഷിഭൂമിയും, അങ്ങനെ മനോഹരമാണ് ഇതിലെയുള്ള യാത്ര. ഇതിലെ മനോഹരമൊരു യാത്ര നമുക്ക് അനുഭവിക്കാനുള്ള ഒരു
സാഹചര്യം ഈ റോഡ് ഉണ്ടാക്കി തരുന്നുണ്ട്.
അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി എന്ന് തന്നെ വിചാരിക്കാം. ഇനി നമ്മൾ അവിടേക്കുള്ള ബോർഡ് കണ്ടു. ഇനി നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് ഉള്ളിലേക്ക് കയറിയാണ് അവിടേക്ക് പോകുന്നത്. അപ്പം ഇതുവരെയുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതിലെ ഈ കോൺക്രീറ്റ് വീതി വലിയ വീതിയൊന്നും ഇല്ലെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ കോൺക്രീറ്റ് റോഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് ദൂരം കൂടെ പോയാൽ മതി എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 200 മീറ്റർ പോലും ഇനിയില്ല. എന്തായാലും നമ്മൾ ആ മനോഹര ഡെസ്റ്റിനേഷൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത അധ്യായത്തിൽ പറയുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാഴ്ചകൾക്ക് തൽക്കാലം വിട പറഞ്ഞിട്ട് തുടർ ഭാഗങ്ങൾ അടുത്ത ഭാഗത്ത് കാണിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ബൈ.